നമസ്കാരം, സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ചന്ദ്രയാൻ 3 ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. എല്ലാ ചോദ്യപേപ്പറിലും ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് കൃത്യമായി പഠിക്കുക. റിവിഷൻ ഉൾപ്പെടെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായി മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക. കാണാം. ISROയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3. മൂന്നാമത്തെ ചന്ദ്രദൗത്യമാണ് ISROയുടെ ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 2ൻ്റെ ഒരു ഫോളോ ഓൺ ദൗത്യമായിട്ടാണ് ചന്ദ്രയാൻ 3 നടത്തിയത്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യുക, റോവിംഗ് നടത്തുക, അതിന് എൻഡ് ടു എൻഡ് കഴിവ് പ്രകടിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ചന്ദ്രയാൻ 3യുടെ ലക്ഷ്യം. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ആദ്യ രാജ്യമായിട്ട് മാറി ഇന്ത്യ. ഈ ചന്ദ്രയാൻ 3യുടെ സക്സസ്സോടുകൂടി ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ ഇതിനു മുമ്പ് സോഫ്റ്റ് ലാൻഡിംഗ് നടന്നിട്ടുണ്ടോ? ഉണ്ട്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇതിന് മുന്നേ നടത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, റഷ്യ, ചൈന, പിന്നീട് ഇന്ത്യ. അപ്പം 4ാമത്തെ രാജ്യമായിട്ട് മാറി ഇന്ത്യ. പ്രത്യേകത, ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ്, എന്നാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന 4ാമത്തെ രാജ്യവുമാണ്. മനസ്സിലായോ? അപ്പോൾ ദക്ഷിണ ധ്രുവത്തിൽ, അതിൻ്റെ അർത്ഥം എന്താ? ദക്ഷിണ ധ്രുവത്തിൽ ഇതുവരെ ആരും സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. അങ്ങനെ ചന്ദ്രയാൻ 3യിലൂടെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അതേസമയം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. USA, റഷ്യ, ചൈന നമ്മൾക്ക് മുമ്പേ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? തുടർന്ന് പഠിക്കാം. ചന്ദ്രയാൻ വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. 2023 ജൂലൈ 14-നാണ് വിക്ഷേപണം നടത്തിയത്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. റിസർച്ച് നില കേട്ടോ, സോറി. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14-ന്. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്നാ? 2023 ഓഗസ്റ്റ് 23-നാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അപ്പോൾ വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നും സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23-നുമാണ്. അതുകൊണ്ട് തന്നെ 2023 ഓഗസ്റ്റ് 23-നാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 23-നെ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഇന്ത്യ ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഓഗസ്റ്റ് 23-നാണ് ദേശീയ ബഹിരാകാശ ദിനം. ഉപരിതലത്തിൽ ഇറങ്ങിയ പോയിന്റിനെ ശിവശക്തി പോയിന്റ് എന്ന് പേരിട്ടു. ശിവശക്തി പോയിന്റ് എന്നാണ് ആ പോയിന്റ് അറിയപ്പെടുന്നത്. ഉപരിതലത്തിൽ ഇറങ്ങിയ പോയിന്റ് അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ? നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് തുടരാം. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രയാൻ 3യെക്കുറിച്ചാണ്. അപ്പോൾ ചന്ദ്രയാൻ 2ൻ്റെ ഒരു ഫോളോ ഓൺ ദൗത്യമായിരുന്നു. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ആദ്യ രാജ്യം ഇന്ത്യയാണ്, എന്നാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിന് മുന്നേ ലാൻഡ് ചെയ്തിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത് USA, റഷ്യ ആൻഡ് ചൈന. വിക്ഷേപിച്ചതെന്നാണ്? 2023 ജൂലൈ 14-നാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. 2023 ഓഗസ്റ്റ് 23-നാണ്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഉപരിതലത്തിൽ ഇറങ്ങിയ പോയിന്റ് എന്തെന്നറിയപ്പെടുന്നു? ശിവശക്തി പോയിന്റ് എന്ന്. വിക്ഷേപണം നടത്തിയത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. വിക്ഷേപണ വാഹനത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. LVM-3M4 എന്നാണ് വിക്ഷേപണ വാഹനം. LVM-3M4 ആണ് വിക്ഷേപണ വാഹനം. ആകെ ഭാരം 3895 കിലോഗ്രാമാണ്. ചിലതിനകത്ത് 3900 എന്നും പറയുന്നുണ്ട്. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 3895 കിലോഗ്രാമാണ് ആകെ ഭാരം. 3895 കിലോഗ്രാമാണ് ആകെ ഭാരം. ഇനി ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? P. വീരമുത്തുവേലാണ് പ്രോജക്റ്റ് ഡയറക്ടർ. വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ S. സോമനാഥാണ്. മലയാളിയായ S. സോമനാഥാണ് ISROയുടെ ചെയർമാൻ. പ്രോജക്റ്റ് ഡയറക്ടർ P. വീരമുത്തുവേലാണ്. ISRO ചെയർമാൻ S. സോമനാഥ്. ഈ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? മോഹൻ കുമാറാണ് മിഷൻ ഡയറക്ടർ. ഡെപ്യൂട്ടി ഡയറക്ടർ കൽപ്പന K. വെഹിക്കിൾ അല്ലെങ്കിൽ റോക്കറ്റ് ഡയറക്ടർ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ബിജു C. തോമസ് ആയിരുന്നു വെഹിക്കിൾ ഡയറക്ടർ. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. വിക്ഷേപണ വാഹനം ഏതാണ്? LVM-3M4 ആണ് വിക്ഷേപണ വാഹനം. ആകെ ഭാരം
3895 കിലോഗ്രാം. പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? പി വീരമുത്തുവേൽ. ISROയുടെ ചെയർമാൻ എസ് സോമനാഥ്. മിഷൻ ഡയറക്ടർ ആയിരുന്നത് മോഹൻ കുമാർ. ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നത് കൽപ്പന കെ. വെഹിക്കിൾ ഡയറക്ടർ ബിജു സി തോമസ്. ഇന്ത്യയുടെ 3ാം ചാന്ദ്ര ദൗത്യത്തിൻ്റെ ചിത്രങ്ങൾ ആദ്യമായിട്ട് പുറത്തുവിടുന്നത് ISROയുടെ ഒരു ഡോക്യുമെൻ്ററിയാണ് സ്പേസ് ഓൺ വീൽസ്. ഈ ഡോക്യുമെൻ്ററി ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച 75 ഉപഗ്രഹങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു സ്പേസ് ഓൺ വീൽസ്. ISRO ഇത് അതിൻ്റെ സൈറ്റിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയുടെ 3ാം ചാന്ദ്ര ദൗത്യത്തിൻ്റെ ചിത്രങ്ങൾ ആദ്യമായിട്ട് പുറം ലോകം കാണുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ 3ാം ചാന്ദ്ര ദൗത്യത്തിൻ്റെ ചിത്രങ്ങൾ ആദ്യമായിട്ട് പുറത്തുവിടുന്നത് ISROയുടെ ഡോക്യുമെൻ്ററിയായ സ്പേസ് ഓൺ വീൽസിൽ കൂടിയാണ്. ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച 75 ഉപഗ്രഹങ്ങളെ കുറിച്ച് പ്രദർശിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ISROയുടെ സൈറ്റിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൂടെയാണ്, ഈ സ്പേസ് ഓൺ വീൽസ് എന്ന ഡോക്യുമെൻ്ററിയിലൂടെയാണ് ഇന്ത്യയുടെ 3ാം ചാന്ദ്ര ദൗത്യത്തിൻ്റെ ചന്ദ്രയാൻ 3യുടെ ആദ്യ ചിത്രങ്ങൾ ISRO പുറത്തുവിടുന്നത്. ഇനി നമുക്ക് ചന്ദ്രയാൻ 3യെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ലിസ്റ്റിലേക്ക് കടക്കാം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ലക്ഷ്യം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങുക, സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക. ഇതാണ് ആദ്യത്തെ ലക്ഷ്യം, ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങുക. ചന്ദ്രഘടനയെക്കുറിച്ച് ശാസ്ത്രീയമായി പരീക്ഷണം നടത്തുക, ഡേറ്റ ശേഖരിക്കുക. ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം, ചന്ദ്രഘടനയെക്കുറിച്ച് ശാസ്ത്രീയമായി പരീക്ഷണം നടത്തുക. റോവർ ചലിപ്പിക്കുക, റോവിംഗ് നടത്തുക. അതാണ് 3ാമത്തെ ലക്ഷ്യം. അപ്പോൾ 3 ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നുകൂടി പറയാം. ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങുക, സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക. 2, ചന്ദ്രഘടനയെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പരീക്ഷണം നടത്തുക, അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക, ശേഖരിക്കുക. 3ാമത്തേത് റോവർ ചലിപ്പിക്കുക, റോവിങ്, ലാൻഡിങ്ങും റോവിങ്ങും നടത്തുക. സുരക്ഷിതമായ ലാൻഡിങ്ങും റോവിങ്ങും നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ 3 മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ദൗത്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളൊന്ന് പരിചയപ്പെടാം. ആ പേരുകളൊന്ന് ഫെമിലിയർ ആക്കി വെച്ചാൽ മാത്രം മതി, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട. ഒന്നാമത്തെ ഫേസ് ആണ് എർത്ത് സെൻട്രിക് ഫേസ്, അതായത് ഭൗമ കേന്ദ്രീകൃത ഘട്ടം എന്ന് മലയാളം, എർത്ത് സെൻട്രിക് ഫേസ്. രണ്ടാമത്തേത് ലൂണാർ ട്രാൻസ്ഫർ ഫേസ്, ചന്ദ്ര കൈമാറ്റ ഘട്ടം. മൂന്നാമത്തേത് ഒബ്വിയസ്ലി മൂൺ സെൻട്രിക് ഫേസ്, ചാന്ദ്ര കേന്ദ്രീകൃത ഘട്ടം. ഒന്ന് ഭൂമിയിൽ നടക്കുന്ന പരിപാടികളായിരിക്കണം. എർത്ത് സെൻട്രിക് ഫേസ്, ഭൗമ കേന്ദ്രീകൃത ഘട്ടം, ആദ്യത്തെ ഘട്ടം. 2 ലൂണാർ ട്രാൻസ്ഫർ ഫേസ്, ചാന്ദ്ര കൈമാറ്റ ഘട്ടം. മൂന്നാമത്തേത് മൂൺ സെൻട്രിക് ഫേസ്, ചാന്ദ്ര കേന്ദ്രീകൃത ഘട്ടം. ഈ 3 ഘട്ടങ്ങളാണ് ദൗത്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, 3 ഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഘടന: ഇതിന് പ്രൊപ്പൽഷൻ മൊഡ്യൂളുണ്ട്, ലാൻഡറുണ്ട്, റോവറുണ്ട്. ഇതാണ് ഘടന. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ ആൻഡ് റോവർ. അപ്പോൾ ചന്ദ്രയാൻ 3യിലെ പ്രധാനമായിട്ടും ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഒരു ബോക്സ് പോലെയുള്ളൊരു ഘടനയാണ്. ഒരു വശത്ത് ഒരു വലിയ സോളാർ പാനലും അതിൻ്റെ മുകളിൽ ഒരു വലിയ സിലിണ്ടറും. ലാൻഡറിൻ്റെ ഒരു മൗണ്ടിങ് ഘടനയായിട്ടും ഇത് പ്രവർത്തിക്കും. 100 കിലോമീറ്റർ വരെ ഈ ചന്ദ്രൻ്റെ ഭ്രമണപഥം, 100 കിലോമീറ്റർ ചന്ദ്രൻ്റെ ഭ്രമണപഥം വരെ ലാൻഡറിനെയും റോവറിനെയും വഹിക്കുന്നത് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ്. ഇതിനകത്ത് ഒരു പേലോഡാണ് ഉള്ളത്. ലാൻഡറിൻ്റെ അകത്ത് 4 പേലോഡുകളുണ്ട്, റോവറിൻ്റെ അകത്ത് 2 പേലോഡുകളും. അങ്ങനെ 7 പേലോഡുകളാണ് ആകെ ഉള്ളത്. ഒന്നുകൂടി പറയാം, പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ ഒരു പേലോഡുണ്ട്, ലാൻഡറിനകത്ത് 4 പേലോഡുകൾ, റോവറിൻ്റെ ഉള്ളിൽ 2 പേലോഡുകൾ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഈ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയുടെ സ്പെക്ട്രൽ പോളാർ മെട്രിക് അളവുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പൽഷൻ മൊഡ്യൂളിലുള്ള ഒരു പേലോഡാണ് ഷേപ്പ് എന്ന് പറയുന്നത്. SHAPE, ഷേപ്പ്. എന്തായത് ഷേപ്പ് എന്ന് പറഞ്ഞാൽ? സ്പെക്ട്രോ എന്നാണ്. സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്, അതാണ് ഷേപ്പ് എന്ന് പറയുന്നത്. എന്താ? സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. ഇതാണ് ആ പേലോഡിൻ്റെ ഭാഗം, SHAPE. എവിടെയുള്ള പേലോഡാണിത്? ഇത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിലുള്ള പേലോഡാണിത്. ഇത് ഭൂമിയുടെ സ്പെക്ട്രൽ പോളാർ മെട്രിക് അളവുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേലോഡാണ്, SHAPE. ഒന്നുകൂടി പറയാം, ഷേപ്പ് SHAPE,
എന്താണ് അതിൻ്റെ പേര്? സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. ഓക്കെ, ഇനി ലാൻഡറിൻ്റെ അകത്ത് 4 പേലോഡുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. CHASTE എന്താണ്? അപ്പോൾ ലാൻഡറിൽ 4 പേലോഡുകളുണ്ട്. ഒന്നാമത്തേതാണ് CHASTE. ഈ CHA സ്റ്റാൻഡ്സ് ഫോർ ചന്ദ്രാസ്, ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. അതാണ് CHAST, ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. രണ്ടാമത്തേതാണ് ഇത് ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉപരിതല താപഗുണങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് ലാൻഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഉപകരണമാണിത്. ഉപരിതല താപഗുണങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് ലാൻഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് CHAST എന്നാണ് ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. രണ്ടാമത്തേതാണ് ILSA, ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സെസ്മിക് ആക്ടിവിറ്റി. ഈ ലാൻഡിംഗ് സൈറ്റിന് ചുറ്റുമുള്ള ഭൂകമ്പം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഇൽസ. ഈ സെസ്മിക് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കും അല്ലേ? ഭൂകമ്പം അളക്കാനുള്ള ഉപകരണമാണ്. ലാൻഡിംഗ് സൈറ്റിന് ചുറ്റുമുള്ള ഭൂകമ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഇൽസ. ILSA സ്റ്റാൻഡ്സ് ഫോർ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സെസ്മിക് ആക്ടിവിറ്റി. അടുത്തത് പഠിക്കാം, റാംബ. എന്താണ്? റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. അതായത് വാതക പ്ലാസ്മ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ, ഉപരിതലത്തിലെ അവിടുത്തെ വാതക പ്ലാസ്മ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് റാംബ. അതായത് റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ പേരുകളിൽ നിന്ന്, എക്സ്പാൻഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടുള്ള ഉപകരണമാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് നോക്കാം, LRA. LRA എന്ന് വെച്ചാൽ പാസീവ് ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ. ഇത് നാസ നൽകുന്നതും ചാന്ദ്ര റേഞ്ചിങ് പഠനങ്ങൾ അനുവദിക്കുന്നതുമായ ഉപകരണമാണിത്. പാസീവ് ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ, LRA. അപ്പോൾ എത്ര പേലോഡുകളുണ്ട് ലാൻഡറിൽ? 4 പേലോഡുകളുണ്ട്. CHAST, ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. ഇൽസ, ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സെസ്മിക് ആക്ടിവിറ്റി. റാംബ, റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. LRA സ്റ്റാൻഡ്സ് ഫോർ പാസീവ് ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ. എന്നും കൂടി ഉണ്ട്. ഓക്കെ, ഇനി റോവറിൻ്റെ പേലോഡുകൾ പഠിക്കാം. APXS എന്താണ്? ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്ററാണ് APXS എന്ന് പറയുന്നത്. ഇത് പ്രാദേശിക ഉപരിതല മൂലക ഘടന പഠിക്കുന്നതിനായിട്ട് റോവറിലുള്ള 2 ഉപകരണങ്ങളാണ്. ഒന്ന് APXS എന്താണ്? ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. സെക്കൻഡ് വൺ ഈസ് LIBS, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്, അതാണ് LIBS. അപ്പോൾ റോവറിൽ എത്ര പേലോഡുകളുണ്ട്? 2 പേലോഡുകളുണ്ട്. ഒന്നാമത്തേത് APXS, ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. രണ്ടാമത്തേത് LIBS, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോമീറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നും ഫസ്റ്റ് കേൾക്കുമ്പോൾ. 1, 2, 3 പ്രാവശ്യമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേര് ഫെമിലിയർ ആയിട്ട് തോന്നും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മാർഗ്ഗം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ദൗത്യത്തിൻ്റെ ഘട്ടങ്ങൾ തൊട്ടൊന്ന് റിവൈസ് ചെയ്യാം. ദൗത്യത്തിൻ്റെ 3 ഘട്ടങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? എർത്ത് സെൻട്രിക് ഫേസ്, ഭൗമ കേന്ദ്രീകൃത ഘട്ടം, ലൂണാർ ട്രാൻസ്ഫർ ഫേസ്, ചാന്ദ്ര കൈമാറ്റ ഘട്ടം, മൂൺ സെൻട്രിക് ഫേസ്, ചാന്ദ്ര കേന്ദ്രീകൃത ഘട്ടം അല്ലേ. ഇനി അതിൻ്റെ ഘടന നമ്മൾ പരിചയപ്പെട്ടു. എന്തൊക്കെയാണ് അതിലുള്ളത്? പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ ആൻഡ് റോവർ. ഇനി പ്രൊപ്പൽഷൻ മൊഡ്യൂളിലൊരു പേലോഡുണ്ട്, അതാണ് ഷേപ്പ്, SHAPE, ഷേപ്പ്. അത് സ്പെക്ട്രോ പോളാരിമെട്രി, അത് തിരുത്തി എഴുതിയേക്കാവേ, സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്, അതാണ് ഷേപ്പ്. അപ്പോൾ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ 1 പേലോഡ്, ലാൻഡറിൽ 4 പേലോഡ്സ്, റോവറിൽ 2 പേലോഡ്സ്, മറക്കരുത്. അപ്പോൾ ലാൻഡറിലെ പേലോഡുകളുടെ പേരെന്താ? ചാസ്റ്റി, ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ
എക്സ്പെരിമെൻറ്റ്. ഇൽസ, ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റി. ലാൻഡിങ്ങിൻ്റെ സൈറ്റിന് ചുറ്റും ഭൂകമ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഇൽസ, ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റി. റാംബ, റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. വാതക പ്ലാസ്മ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റാംബ, റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ് വൺ ഈസ് LRA, പാസീവ് ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ. അതാണ് LRA എന്ന് പറയുന്നത്. അറേ, ARRAY, അറേ. അതാണ് നമ്മൾ 4 പേലോഡുകൾ ലാൻഡറിലുള്ളത്. ഇനി റോവറിലെ പേലോഡുകളിലേക്ക് വരാം. എത്ര പേലോഡുകളാണ് ഉള്ളത് റോവറിൽ? 2. APXS, ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്ററും പിന്നെ LIBSും, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ ഒരു പേലോഡ്, ഷേപ്പ് മറക്കണ്ട. അത് കഴിഞ്ഞിട്ട് ലാൻഡറിൽ 4 പേലോഡുകൾ, റോവറിൽ 1 പേലോഡ്. ഇതാണ് അതിൻ്റെ ഘടന. അപ്പോൾ ഭൂമിയുമായിട്ട് ആശയവിനിമയം സാധ്യമാക്കുന്ന ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ തന്നെ തുടരും. ചന്ദ്രയാൻ 2വിൻ്റെ ഒരു ബാക്കപ്പ് റിലേ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഇത് 14 ഭൗമദിനങ്ങൾ, അതായത് ലാൻഡറും റോവറും ഒരു ചാന്ദ്രപ്പകൽ, ലൂണാർ ഡേ ലൈറ്റ് എന്ന സമയം, അതായത് 14 ഭൗമദിനങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇനി ചന്ദ്രയാൻ പേടകം അവിടെ എത്തിയതിന് ശേഷം അതിൽ നിന്ന് ആദ്യം ലഭിച്ച സന്ദേശം എന്താണ്? ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് ചന്ദ്രയാൻ പേടകത്തിൽ നിന്ന് ആദ്യമായിട്ട് നമുക്ക് ലഭിച്ച സന്ദേശം. ലാൻഡിങ്ങിന് തൊട്ടു മുന്നേ ഉള്ള ഒരു 15 മിനിറ്റ് ഉണ്ട്. ആ 15 മിനിറ്റിനെ ISRO ചെയർമാൻ S. സോമനാഥ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്നോ 15 മിനിറ്റ്സ് ഓഫ് ടെറർ എന്നാണ്. ഭീതിയുടെ 15 നിമിഷങ്ങൾ എന്നാണ് അദ്ദേഹം ഈ 15 ലാൻഡിങ്ങിന് മുന്നേയുള്ള ഈ 15 മിനിറ്റിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇനി സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം ലഭിച്ച മെസ്സേജ് എന്താ? ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ U2. എന്താണ്? ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ U2. ഇന്ത്യ, ഞാൻ എൻ്റെ ലക്ഷ്യപഥത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു, നീയും. ഇതാണ് സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം നമുക്ക് ലഭിക്കുന്ന മെസ്സേജുകൾ. അപ്പോൾ 7 പേലോഡുകളുണ്ട്, മറക്കണ്ട. പ്രൊപ്പല്ലറിൽ 1, ഷേപ്പ്, പിന്നെന്താ ലാൻഡറിൽ 4, റോവറിൽ 2. ഇതിൻ്റെയൊക്കെ പേരുകളും ഫെമിലിയർ ആയിരിക്കണം. വിക്ഷേപണ വാഹനം എന്താ? LVM-3M4. ഭാരം എത്രയാണ്? 3895 കിലോഗ്രാം. വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. പ്രോജക്റ്റ് ഡയറക്ടറിൻ്റെ പേരെന്താ? P. വീരമുത്തുവേൽ. അപ്പോൾ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ആദ്യ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനി ഇതിൻ്റെ ഫേസസ് ഉണ്ട്. റഫ് ബ്രേക്കിംഗ് ഫേസ്, ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഫേസ്, ഫൈൻ ബ്രേക്കിംഗ്, ടെർമിനൽ ഡിസെൻറ്റ്. ഒന്ന് കേട്ടിരുന്നാൽ മതി. എന്തൊക്കെയാണ് ഫേസസ്? റഫ് ബ്രേക്കിംഗ് ഫേസ്, ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഫേസ്, ഫൈൻ ബ്രേക്കിംഗ്, ടെർമിനൽ ഡിസെൻറ്റ് ഫേസ്. അപ്പോൾ ചന്ദ്രയാൻ ഉപരിതലത്തിൽ ഇറങ്ങിയ ആ പോയിന്റിന് എന്താ പറയുന്നത്? ശിവശക്തി പോയിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ സോഫ്റ്റ് ലാൻഡ് പരീക്ഷണങ്ങളൊക്കെ ആദ്യം നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കല്ലിലാണ് ഈ സോഫ്റ്റ് ലാൻഡ് പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, ഒന്നുകൂടി കേൾക്കുക, നിങ്ങൾ നോട്ട്സ് എഴുതി വയ്ക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോയുമായി ഉടനെ കാണാം.